ആ മോർച്ചറിയുടെ ഉള്ളിൽ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ കട്ടാൾ അടക്കി വെച്ചേക്കും, മീൻ അടക്കി വെച്ചേക്കുന്നതാണ് ഫുള്ള് ബോഡികളാണ് തറയിൽ. 1 ദിവസം വരെ 61 മണിക്കൂർ വൺ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്, ഉറക്കമില്ലാണ്ട്. കൂടുതലും പാർട്സുകളാണ്. പാർട്സുകളെന്ന് പറയുമ്പോൾ പാർട്സുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അമ്മാതിരി പാർട്സുകളാണ്. അങ്ങനെ ഫ്രീസർ നേരെ നോക്കിയിട്ട് എത്രയോ ആൾക്കാർ അതിനകത്ത് കുഴഞ്ഞു വീണിട്ടുണ്ട്, സംഘടനയിലുള്ള ആൾക്കാർ തന്നെ. അത് ഒരു ബോഡിക്ക് അടിക്കാൻ തന്നെ കേസ് കണക്കിന് സ്പ്രേയും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. ബോഡിക്ക് അടിക്കുന്ന അതേ കണക്ക് തന്നെ ഞങ്ങൾ പഠിക്കും. ആ മോൻ്റെ ബോഡിയുടെ മുകളിൽ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് എന്ന് എഴുതിയിട്ടുണ്ട്. അടയാളം എന്ന് വെച്ചാൽ ചൂണ്ടുവിരലിൽ ഒരു മോതിരം, സ്റ്റീൽ മോതിരം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ മോതിരം ഐഡൻറ്റിഫൈ ചെയ്യാൻ ആരും വന്നില്ല. അവസാനം ഈ ബോഡി ഡീകമ്പോസ് ചെയ്ത് പോയതാണ്. എൻ്റെ ഈ കാലിൻ്റെ അടിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ഫുള്ള് ചീഞ്ഞു പോയിട്ടുണ്ട്. അടിഭാഗം കംപ്ലീറ്റ് ചീഞ്ഞു പോയിട്ടുണ്ട്. കാൽമുട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് കറക്റ്റ് ആ വട്ടപ്പുള്ളി അതിനകത്ത്. അന്നേരം തന്നെ ഈ പുള്ളി അതിനകത്തോട്ട് വീഴുക. സ്വന്തം മകൾ പോലും അടുത്ത് കിടന്നിട്ട് തിരിച്ചറിയാൻ വന്ന അച്ഛനല്ലാണ്ട് മറ്റുള്ള ബന്ധുക്കാർക്ക് കിട്ടിയില്ല. അമ്മയാണെങ്കിൽ ആകെ തളർന്നു പോയി. രാത്രി എനിക്ക് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. മോർച്ചറി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഞങ്ങളൊരു 4 പേരുണ്ട്. ഈ 4 പേരെയും കാണാണ്ട് ഉറക്കം വരുന്നില്ല. മുണ്ടക്കൈ അപകടത്തിൽ കഴിഞ്ഞ 17 ദിവസമായി മോർച്ചറിയിൽ എന്താ പറയുക, തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്കൊപ്പവും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾക്കൊപ്പവും നിന്ന ജയേഷേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ജയേഷേട്ടാ നമസ്കാരം. ജയേഷേട്ടനെ ഞാനന്ന് അവിടെ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു, മുണ്ടക്കൈയിൽ വെച്ചിട്ട്. ഞാനാ കണ്ടത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ചേട്ടൻ ഫുള്ള് PPT കിറ്റിലാണ് നിന്നിരുന്നത്. അന്ന് കണ്ടപ്പോ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരുന്ന 2-ാം തീയതി അല്ലേ? 2-ാം തീയതി ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഭക്ഷണം കഴിക്കാൻ പോയതാ. കഴിക്കാൻ പറ്റിയില്ല, പോയി വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകാം. ഇത് നിങ്ങള് ഏകദേശം ഈ എന്തോ എനിക്ക് തോന്നുന്നു ഒരു 6-7 ദിവസം 8 ദിവസം കംപ്ലീറ്റ് ഈ ബോഡിയുടെ ഒപ്പമായിരുന്നു അല്ലേ? അതെ, 8 ദിവസം. അതിൽ 8 ദിവസം ഫുൾ 8 ദിവസം ബോഡിയുടെ ഒപ്പമായിരുന്നു. കണ്ടിന്യൂ 63 മണിക്കൂർ. ആദ്യത്തെ ദിവസം മുതൽ 3 ദിവസം വരെ 63 മണിക്കൂർ, 3-ാം ദിവസം വരെ 63 മണിക്കൂർ വൺ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്, ഉറക്കമില്ലാണ്ട്. ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടില്ല, വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല. സദാസമയം വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റിലും ആൾക്കാർ വരികയാണ്. ഈ വരുന്നവർക്കെല്ലാം തുറന്ന് കാണിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക. അവർ പറയുന്ന പാർട്സുകൾ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബോഡി മാറ്റി വെച്ച് കൊടുക്കും. ഒരു മേശയിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും ലേഡീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള കൂടുതലും പാർട്സുകളാണ്. പാർട്സുകളെന്ന് പറയുമ്പം പാർട്സുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അമ്മാതിരി പാർട്സുകളാണ്. അതിനകത്ത് എല്ലാം ഉണ്ടാവും. എന്താ പറയുക, കിഡ്നി, തലച്ചോറ്, തലയില്ലാതെ, ഇതൊക്കെയുള്ള സംഭവങ്ങളാണ്. ഞാൻ എങ്ങനെ അവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അതെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് രാവിലെ ഞാൻ ചുരത്തിലുള്ളത്. നിങ്ങള് 3-ാം വളവ് നിങ്ങൾ അവിടെയാണ് ഞാൻ ആകപ്പെട്ടിരുന്നത്. ചേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും ഏട്ടൻ ആലപ്പുഴക്കാരനാണ്. ഏട്ടൻ ഇവിടെ എന്താ പറയാ, അത് തന്നെ ഇവിടെ ജോലിയായിട്ട് കൽപ്പറ്റയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഈ സംഭവം നടന്ന അന്ന് അല്ലേ? അന്ന് രാവിലെ ഇങ്ങോട്ട് കൽപ്പറ്റ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വരുന്ന സമയം. രാത്രിയിലല്ലല്ലോ, പകല്? വെളുപ്പിന്. ഇവിടെ 2 മണിക്കുണ്ടായി, ഞാൻ 3 മണിയായപ്പം. ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ ചുരത്തിലുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് റൂമിലേക്ക് പോകണം, അങ്ങോട്ടേക്ക് പോകണമെന്നായിരുന്നു ആദ്യത്തെ കണക്കൂട്ടില്. പക്ഷെ പോകാൻ പറ്റിയില്ല. നേരെ ഇങ്ങോട്ട് കേട്ടപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയത്. അന്ന് എനിക്ക് ആ മോർച്ചറിയുടെ ഉള്ളിൽ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ കട്ടാൾ അടക്കി വെച്ചേക്കും, മീൻ അടക്കി വെച്ചേക്കുന്നതാണ് ഫുള്ള് ബോഡികളാണ് തറയിൽ. അത് ഏത് സൈസ് അറിയാമല്ലോ, ബ്ലഡും എല്ലാ സൈസും. അപ്പം ജസ്റ്റ് ഒരു ആംബുലൻസിൽ നിന്ന് വന്നത് ഞാനത് സ്ട്രെച്ചറിൽ പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ മോർച്ചറിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അത്രയും ജനങ്ങളാണ്. ചേട്ടന് ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് പരിചയമൊന്നുമില്ല? അതായത് പരിചയം ഇല്ലാത്തതല്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോട്ട് എനിക്ക് ഒരു സംഘടന അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ പോകാറുണ്ട്. അല്ല, ചേട്ടൻ PPT കിറ്റൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല നേഴ്സോ അല്ലല്ല, അങ്ങനെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ആദ്യം. അല്ലല്ല, നമ്മള് പിന്നെ പരിചയം, ഇതിന് ഒരു പരിചയത്തിന്റെ ആവശ്യകത വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു പരിചയത്തിന്റെ പേരിലല്ല പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ തന്നെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പൊ അത്രയും പരിചയമായി പോയി. ഇത് എനിക്കൊരു സാധാരണ ഒരു മനക്കെട്ടി ഇല്ലാണ്ടൊന്നും ഈ മോർച്ചറിയിലുള്ളിൽ നിൽക്കാൻ പറ്റില്ല. അത് അന്നേരം ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഒരുപാട് എനിക്ക് കുറേ സർജറികളൊക്കെ കഴിഞ്ഞാണ്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടയ്ക്ക് പോകും, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്ക് പോകും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 3ഓളം സർജറി എനിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സർജറി ചെയ്ത് നടക്കുന്ന സമയത്ത് വൈഫ് കൂടെ ഇല്ലാത്ത സമയത്ത് ഞാൻ വൈഫ് കാണാണ്ട് തന്നെ ഫുള്ള് സന്ദർശിച്ചാൽ എല്ലാ വാർഡുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി. അതിൽ കൂടുതലും പോകുന്നത് മോർച്ചറിയുടെ സൈഡിൽ തന്നെ. പോസ്റ്റ്മോർട്ടം നടക്കുന്നതൊക്കെ ജനലിൽ കൂടെ കാണാൻ പറ്റും. അതിന് ഫ്രീസറൊക്കെ മോർച്ചറി നടക്കുമ്പോൾ അവിടെയും പോയി ഇരുന്ന് പിടിച്ചു കൊടുക്കും. അപ്പം വൈഫായിട്ട് ഇതേ ഒരു പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രയോജനമാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ശരീരം നോക്കിക്കഴിഞ്ഞാണ് ഒരു കിഡ്നി ഒന്ന് ഫെയിലാണ്. എനിക്ക് 2001 മുതൽ
ഓപ്പറേഷൻ 2002 മുതൽ ഏകദേശം 20ഓളം സർജറികൾ ചെയ്തിട്ടുണ്ട് ഇതിന് ചുറ്റിനുമായിട്ട്. അതിപ്പം അതിൽ ഓരോ വർഷം ഓരോ സർജറി എന്നുള്ളൊരു കണക്കിലാണ് പോണത്. എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമാണ്. ഈ സ്റ്റോണിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു ഹോസ്പിറ്റലായിട്ട് കുറേ ബന്ധങ്ങളായി. എല്ലാ ആക്സിഡൻറ്റ് കേസുകളായാലും വരുന്നത് എല്ലാം കണ്ട് മടുത്തോണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു അറപ്പോ മടിയോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ചുരത്തിൽ വെച്ചിട്ട് അതറിഞ്ഞ് ചേട്ടൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ല. അതിനുശേഷം ചേട്ടൻ ഇവിടെ എത്തിയതിനു ശേഷം ചേട്ടൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സ്ട്രക്ചറെ പിടിച്ചുമോ ഈ പറയുന്ന ബോഡികൾ ആദ്യം ചേട്ടൻ ഒരു വിഭാഗം ആളുകൾ ബോഡി കുളിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ താൽക്കാലിക മോർച്ചറിയാണ്, കമ്മ്യൂണിറ്റി ഹാൾ മോർച്ചറിയാണ്, അവിടേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്യും. ചില ആൾക്കാർ അന്നേരം തന്നെ വന്ന് ഐഡന്റിഫൈ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, പ്രൊസീജിയേഴ്സൊക്കെ അന്നേരം തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ നമ്മൾ ഫ്രീസ് ചെയ്യും. ഏകദേശം 10-48ഓളം ഫ്രീസറുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം അതിലിപ്പം 48 ഇപ്പം 3 നിൽക്കുക. 3 അതായത് മേപ്പാടി പഞ്ചായത്തിലെ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാൾ, ആ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഈ പറയുന്ന ഐഡന്റിഫൈ ചെയ്യാത്ത അത്രയും ബോഡികൾ ഫ്രീസർ ചെയ്ത് ഇവരെ പോലെ കുറേ ആളുകൾ എന്താ പറയുക ഡേ നൈറ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പല സംഘടനകളുടെ ആൾക്കാരും ഉണ്ട്. പക്ഷേ മോർച്ചറിയുടെ ഉള്ളിൽ കയറാൻ എല്ലാവർക്കും പേടിയാണ്. ഞാനും ആ വഴി കൂടെ വന്നിട്ട് കയറി. ഈ സംഘടനയിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളകത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് ഐഡന്റിറ്റികളൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ ഗേറ്റ് ഇട്ടേക്കാം. അപ്പോൾ സംഘടനയിലുള്ള ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പറയുന്നത് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നിന്നോളാന്ന് പറയും. അങ്ങനെ സംഘടനയിലുള്ള ആൾക്കാർ വന്ന് ഇതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഈ ഒരു ഫ്രീസർ തുറക്കാൻ പറഞ്ഞാൽ അവർ തുറക്കുന്നത് അങ്ങനെ നിൽക്കത്തുള്ളൂ, നോക്കൂല. അപ്പോൾ നമ്മൾ തന്നെ പറയും, പോലീസുകാർ പറയും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൈകാര്യം ചെയ്യണം നമ്മളടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, ഇങ്ങനെ ഒരു അർപ്പം ഇല്ലാണ്ട് ഒരു വല്ലാത്ത രീതിയിൽ നോക്കരുതെന്ന് പറയും. അങ്ങനെ ഫ്രീസർ നേരെ നോക്കിയിട്ട് എത്രയോ ആൾക്കാർ അതിനകത്ത് കുഴഞ്ഞു വീണിട്ടുണ്ട്. സംഘടനയിലുള്ള ആൾക്കാർ തന്നെ, പല സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല, പല ആൾക്കാരും അതിനകത്ത് കുഴഞ്ഞു, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഞാൻ കണ്ടിരുന്നു കുറേ ആളുകൾ അവിടെ തന്നെ ആളുകളുടെ കൈയൊക്കെ അങ്ങോട്ട് ഈ ഫ്രീസറിനകത്ത് വെച്ച് കൈയും കാലൊക്കെ ഇങ്ങനെ ചുളുങ്ങി ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കിന്നുകൾ തന്നെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഈ കാലിൻ്റെ അടിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ഫുള്ള് ചീഞ്ഞു പോയിട്ടുണ്ട്, അടിഭാഗം കംപ്ലീറ്റ് ചീഞ്ഞു പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒന്നാമത് BB കിറ്റ് ഇട്ടിരിക്കുന്നു, പിന്നെ വെള്ളവും കാര്യങ്ങളും ഇതെല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ചൂടായിട്ട് ഫുള്ള് വന്നിട്ട് ഡോക്ടർമാർ വന്നിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്ത് തരും. അങ്ങനെ പിന്നെ പോലീസുകാരാണെന്നാണ് ചായ ആയാലും ബിസ്ക്കറ്റ് ആയാലും നമ്മൾ ഈ ഒരു ദിവസം ഒരു 100-150ഓളം ഗ്ലൗസാണ് ഒരു ദിവസം മാറ്റുന്നത്. 2 ലെയർ ഗ്ലൗസാണ് ഇടുക. അത് ഒരു ബോഡിക്ക് അടിക്കാൻ തന്നെ കേസ് കണക്കിന് സ്പ്രേയും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്, പുൽത്തൈലം, കർപ്പൂരം. ബോഡിക്ക് അടിക്കുന്ന അതേ കണക്ക് തന്നെ ഞങ്ങൾ പഠിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും ഇതാണ് സ്മെല്ലാണ്. ഇപ്പം ചേട്ടാ ഇത്രയും ദിവസം ചേട്ടൻ ബോഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്തൊക്കെ ചേട്ടൻ അതിൽ ചില ഇത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളുണ്ട്. പിന്നെ ഒരു 2.5 വയസ്സ് 7 വയസ്സൊക്കെ വരുന്ന ഒരു ഉണ്ട്. പിന്നെ ഒരു 9 വയസ്സല്ല, ഏകദേശം പ്രായം തോന്നിക്കാത്തൊരു മോനുണ്ട്. ഒരു ബോയ് എന്നും പറഞ്ഞ ഒരു ബോഡിയുടെ മുകളിൽ എഴുതിയേക്കുന്നത്. അത് ഏറ്റവും അവസാനമാണ് അത് ഡീകമ്പോസ് ചെയ്ത് പോയതാണ്. ആ മോൻ്റെ ബോഡിയുടെ മുകളിൽ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ് എന്ന് എഴുതിയിട്ടുണ്ട്. അടയാളം എന്ന് വെച്ചാൽ ചൂണ്ടുവിരലിൽ ഒരു മോതിരം, സ്റ്റീൽ മോതിരം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ മോതിരം ഐഡൻറ്റിഫൈ ചെയ്യാൻ ആരും വന്നില്ല. അവസാനം ഈ ബോഡി ഡീകമ്പോസ് ചെയ്ത് പോയതാണ്. അതൊക്കെ ഒരുപാട് നമ്മൾ പിന്നെ കുഞ്ഞുമക്കളുടെ ബോഡി എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഫ്രീസിൽ വെച്ചിട്ടില്ല. അന്നേരം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരുന്ന ബോഡികളാണ്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവരും, മോർച്ചറിയിൽ കൊണ്ടുവരും. അത് അവർ പേര് എഴുതി വയ്ക്കുക, അന്നേരം തന്നെ ബന്ധുക്കാർ വിട്ടുകൊടുക്കും. പിന്നെ കൂടുതൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു 5 പേര് പോയ ഒരു ഉണ്ട്. ഈ 5 പേരുടെ ബോഡിയും അടുത്തെടുത്തിരുന്നത്. അതിലൊരു മോളുണ്ട്. ഒരു മോളുടെ വെച്ചാൽ ഈ വന്ന ബന്ധുക്കാർ അമ്മ അബ്നോർമലായിപ്പോയി, ഈ മോള് എല്ലാവരും പോയതിനു ശേഷം. അച്ഛനാണെങ്കിൽ വേറെ ഏതൊരു ജോലി സ്ഥലത്തായിരുന്നു, അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 4-ാമത്തെ 5-ാമത്തെ ദിവസം അവരുടെ ബാക്കിയുള്ള 4 ബോഡികളും കൊണ്ടുപോയി. 5-ാമത്തെ ഈ മോളുടെ ബോഡിയാണ്, പക്ഷേ ഇവർക്ക് അതുപോലും തിരിച്ചറിയാൻ മേല. അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് 6-ാമത്തെ ദിവസം 7-ാമത്തെ ഇവർ അച്ഛൻ വന്നപ്പം തന്നെ പുള്ളി കുറച്ച് നല്ലൊരു ആചാരഭാവമായ ഒരാളാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, നമ്മളെ എല്ലാവരും സാറേ എന്ന് വിളിക്കണം. വലിയ ഉദ്യോഗസ്ഥർ വന്നിട്ട് സാറേ എന്ന് വിളിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരൻ, നിങ്ങൾ ആ പേര് വിളിച്ചാൽ മതി, സാറേ എന്ന് വിളിക്കേണ്ടെന്ന് പറയും. അന്നേരം പറയും നിങ്ങൾ പറയുന്നത് എന്താ, നിങ്ങളെ സാറേ എന്ന് വിളിക്കേണ്ട, പിന്നെ ഞങ്ങൾ ആരാണ് സാറേ എന്ന് വിളിക്കേണ്ടതാണ് അവർ ചോദിക്കണം. നമുക്ക് ആ ഒരു ഇതിൽ അപ്പം ഈ കുട്ടിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ ഈ വലത് മുട്ടിൻ്റെ വലതുഭാഗത്തായിട്ടൊരു വെള്ളമല്ല ഒരു കറുത്ത പാടുണ്ട്, അത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും, അല്ലാണ്ട് വേറൊരു ഐഡിയ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ മുട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു, കാൽമുട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്ത് കറക്റ്റ് ആ വട്ടപ്പുള്ളി അതിനകത്ത്. അന്നേരം തന്നെ ഈ പുള്ളി അതിനകത്തോട്ട് വീഴുക. ഞങ്ങളെല്ലാവരും കൂടെ പുള്ളീനെ പിടിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് ഒരു 2 ദിവസം മുന്നേറുന്നെങ്കിൽ ഈ ബോഡികളെല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്നു. സ്വന്തം മകൾ പോലും അടുത്ത് കിടന്നിട്ട് തിരിച്ചറിയാൻ വന്ന അച്ഛനല്ലാണ്ട് മറ്റുള്ള ബന്ധുക്കാർക്ക് പറ്റിയില്ല. അമ്മയാണെങ്കിൽ ആകെ തളർന്നു പോയി, അതൊക്കെ പറ്റിയില്ല. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട്, അപ്പോൾ അത് ഞങ്ങളെ കൂടെ വന്നവരൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ബോഡി കൊടുക്കുമ്പോൾ വളരെ ഒരു ബഹുമാനത്തോടു കൂടി, അതിനകത്ത് ജാതി മതം ഇല്ലല്ലോ. പിന്നെ ഈ മുസ്ലിംസിൻ്റെ ബോഡികൾ കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് മുസ്ലിം വോളണ്ടിയർമാരുണ്ട്, റത്തമാരുണ്ട്. അപ്പോൾ അവരും ഞങ്ങളെല്ലാം കൂടെ ആ ബോഡി എടുത്തിട്ട് എന്താ പറയുക, അവരുടെ ഇതിൽ വളരെ മനോഹരം നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾ എന്തായാലും ഒരു 3 പേരും 3 പ്രാർത്ഥനയില്ലേ നമുക്ക്, ഹിന്ദു ക്രിസ്ത്യൻ, ആ ഒരു പ്രാർത്ഥനയോടുകൂടി അല്ല അങ്ങനല്ല, എനിക്ക് അത് ഭയങ്കര ഒരു അങ്ങനെ ഇത് നമ്മളൊരു എന്തിനു വേണ്ടിയിട്ടോ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ എനിക്ക് മോർച്ചറിയുടെ ഉള്ളിൽ കയറിയാൽ എനിക്ക് കരച്ചിൽ വരില്ല. മോർച്ചറിക്ക് പുറത്തിറങ്ങിയിട്ട് ബന്ധുക്കാരൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഒരു വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂടുതലും കരച്ചിൽ, ശരിക്കും കണ്ണീരൊക്കെ പറ്റിപ്പോയി ആ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇന്ന് 17 ദിവസം ഇപ്പോഴും പാർട്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോഡീസ് പാർട്സുകൾ ഇന്നലെ കിട്ടി, മെനങ്ങാന്ന് കിട്ടി. ചെറിയ കൈവിരലുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കിട്ടുന്നത്. അതിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ വിരലുകൾ കിട്ടിയാലും ചിലപ്പോൾ മൃഗത്തിൻ്റെ ആണോ മനുഷ്യൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റില്ല. മാംസം ഇല്ലല്ലോ, അറിയാത്ത അവസ്ഥ. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പം പാർട്സുകളൊന്നും വരുന്നില്ല. ഞാൻ നിൽക്കുന്നത് കുറച്ച് ഇത് ബൊക്കകൾ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ബോഡിയിൽ സർക്കാരിൻ്റെ ലേബലിലുള്ള ബൊക്കകൾ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നത് 3 ഫ്രീസർ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ രാത്രി വരും. ഇപ്പം രാത്രി എനിക്ക് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. മോർച്ചറി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഞങ്ങളൊരു 4 പേരുണ്ട്. ഈ 4 പേരെയും കാണാണ്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇന്നലെ അൻസിലിൻ്റെ കാര്യം പറഞ്ഞില്ല. അൻസിൽ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴും അൻസിലും പറയുന്ന ഇതാണ്, അവന് പെട്ടെന്ന് ഈ സ്മെല്ലുകൾ മനസ്സിലാവും. ഞങ്ങൾക്കും ഒരു മോർച്ചറിയിൽ കയറി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്മെല്ല്, ഈ ചീഞ്ഞൊക്കെ സ്മെല്ല് പെട്ടെന്ന് മനസ്സിലാവും. പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങൾ രാത്രി കിടക്കുമ്പോഴും ലൈറ്റ് ഇട്ടിട്ടേ കിടക്കും. മാറാൻ വേണ്ടിയിട്ടല്ല, ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കും. ഉറക്കമല്ലോ, ഒന്ന് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരൊക്കെ ഫ്രീസറിന്റെ സൈഡിൽ തന്നെ കിടക്കുന്നത് തന്നെ, ആരൊക്കെ അതിനകത്ത് ഉള്ളതാണൊക്കെ കണ്ട് തോന്നും. ഇപ്പൊ ഈ പോയ മൃഗങ്ങളാണ് നമ്മുടെ ബന്ധുക്കാരെ പോലെ ആയിപ്പോ. അങ്ങനെ അറ്റാച്ച്മെന്റ് ആരും പേടിക്കുന്നൊന്നുമില്ല. ഇവര് ഞാൻ പറഞ്ഞില്ല, ആദ്യ കാലങ്ങളിൽ ഞാൻ വന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ എന്താ പറയാ APJ അബ്ദുൽ കലാം ഹാളില് ഫ്രീസർ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാ. ആ ഫ്രീസറിന്റെ ചോട്ടിൽ തന്നെയാണ് ഇവർ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം. അങ്ങനെ ഇപ്പൊ ഒരു 17 ദിവസമായിട്ട് ഒരേ ദിവസം കിടക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ കഴിഞ്ഞാണ് ഒന്ന് കസേരയിട്ടൊന്ന് ഉറങ്ങുന്നതും, അല്ലെങ്കിൽ പോലീസുകാർ തന്നെ പറയും അവിടെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടന്നോളാൻ പറയും. ഇവരെയൊക്കെ ഇതുപോലുള്ള കുറെ ആളുകൾ ആ മോർച്ചറി വോളണ്ടിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഏട്ടനാണ്, ഞാൻ പറഞ്ഞ ആലപ്പുഴക്കാരനാണ്, സാധാ കൂലിപ്പണിക്കാരനാണ്. ഇദ്ദേഹത്തിന് 3 മക്കളാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാൻ പോലും കക്ഷിയുടെ കയ്യിൽ കാശില്ല. കഴിഞ്ഞ ദിവസം പോലീസുകാരാണ് ഫോൺ എടുത്തതെന്ന് വെച്ചാൽ അവർ വീട്ടിൽ നിന്ന് മകള് വിളിച്ചപ്പം എനിക്ക് 3-4 ദിവസം എടുക്കാൻ പറ്റില്ല. 6ാമത്തെ ദിവസം കൊണ്ടാണ്, 6ാമത്തെ 7ാമത്തെ ദിവസമാണ് ഇതാണ് ഫ്രീസറിൻ്റെ മുകളിൽ പോലീസുകാർ തന്നെ എനിക്ക് സ്പീക്കറാക്കി വെച്ചിട്ട് എനിക്ക് തന്നത്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ എൻ്റെ മോളുടെ വോയിസ് കേട്ടത്. പപ്പ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, ഞങ്ങളിവിടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിലെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഫോൺ കട്ടാക്കിയിട്ട് പോലീസുകാർ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും. പക്ഷേ അതൊരു എൻ്റെ ലേഡീസ് പോലീസായിരുന്നു. അതൊന്ന് തൃക്കരിപ്പൂരിൽ നിന്നൊരു സന്ധ്യ മേഡം, ഒന്ന് മേപ്പാടി സ്റ്റേഷനിലൊരു മഹിത മേഡം എന്ന് പറയും. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പോലീസുകാരെന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ട് അവരെന്നോട് നമ്മളൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്നിട്ട് എന്നോട് പറഞ്ഞ് ഗൂഗിൾ പേ നമ്പർ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ 2 ദിവസം കൂടെ കഴിയുമ്പോൾ പണിക്ക് പോകും, കുഴപ്പമില്ല എന്നത്. ഞങ്ങളിനി പോലീസ് മുറ എടുക്കണം, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞങ്ങൾ തമാശയ്ക്ക് പോലീസ് മുറ എടുക്കണം, മര്യാദയ്ക്ക് തന്നോന്നും പറഞ്ഞിട്ട് എൻ്റെ നിന്ന് ഗൂഗിൾ പേ നമ്പർ മേടിച്ച് മകളുടെ നമ്പർ കൊടുത്ത് മകളുടെ ഇതിലേക്ക് പൈസ ഇട്ട് കൊടുത്തു. ശരിക്കും പിറ്റേ ദിവസം എൻ്റെ മോള് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, പപ്പ ഇപ്പോഴാണ് സന്തോഷമായത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ, നമ്മുടെ ബന്ധുക്കാർ, മക്കൾ ആര് വിളിച്ചിട്ട് പോലും നമ്മൾ ആദ്യത്തെ 8 ദിവസം ഫോൺ എടുത്തിട്ടില്ല. പക്ഷെ എടുക്കാൻ പറ്റില്ല. ഇതിന് പറ്റാത്ത സാഹചര്യം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കുടുംബം പോലും മറന്നിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. എന്നെ പോലെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരു 3-4 പേര് അതിനകത്ത് തന്നെ ഉണ്ട്. ഇവരെ കുറെ പേരെ എന്താ പറയാ, ഈ കഴിഞ്ഞിടെ അൺഐഡന്റിഫൈ ചെയ്യാത്ത ബോഡികൾ മൊത്തം മറവ് ചെയ്തതിനു ശേഷം ഇവരെ പോലുള്ള കുറെ ആളുകളെ എന്താ പറയാ ക്യാമ്പിലുള്ളവരും തൊട്ടടുത്തുള്ളവരൊക്കെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് ഇവിടെ പൾസ് എമർജൻസി എന്ന് പറഞ്ഞൊരു യൂണിറ്റിന്റെ ആദരവ് കിട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പോകാനായിട്ട് മേടിക്കാൻ മടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടൊരു ആദരവല്ല ഇത്, ഒരു ആദരവ് ഏറ്റുവാങ്ങി എനിക്ക്. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചതിൻ്റെ പേരിൽ പോയി അത് വാങ്ങി.
ഇപ്പം കൂടെയും ചേട്ടൻ ഇതിപ്പോൾ ഞാൻ പറയും ഇപ്പം സമയം കൃത്യം 6:45 ആയതേ ഉള്ളൂ നമുക്കിവിടെ. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് കയറിയതാണ് ഏട്ടൻ നൈറ്റ് 7 മണിക്ക് കയറി 6 മണിക്ക് ഇറങ്ങി. ഇപ്പോൾ ഏട്ടൻ അതിനുശേഷം ചേട്ടൻ പണിക്ക് പോവുകയാണ്, അതായത് ജീവിതം മുന്നോട്ട് വലിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ ആരുമല്ല ഇവിടെ ഉള്ളവർ, ഈ പറയുന്ന വയനാട്ടിൽ താമസത്തിന് വന്നു, ജോലിക്ക് വന്നു, കുടുംബം പോറ്റാൻ വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ കൂടപ്പറപ്പം അല്ലാത്ത കുറേ മനുഷ്യർ അപകടത്തിൽപ്പെട്ടപ്പം മനുഷ്യത്വം എന്നുള്ളത് കൊണ്ട് മാത്രം ചെല്ലുകയും പിന്നീട് അവിടെ തന്നെ സ്വന്തക്കാരെ പോലെ തന്നെ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും അതേ രീതിയിൽ അവർക്ക് കൊടുക്കാവുന്ന, കാരണം മരിച്ചുപോയി ഇനി അവർക്ക് നമ്മൾ പറയും, നമ്മൾ മരിച്ച ഓരോരുത്തർ ആഗ്രഹം പറയല്ലേ, എന്നെ ഇങ്ങനെ അടക്കണം അങ്ങനെ അടക്കണം, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാം. അതൊക്കെ നമുക്കൊരു മനുഷ്യന് അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന തരത്തിൽ സർക്കാരും എല്ലാവരും എല്ലാ മനുഷ്യരും ഒറ്റക്കായിട്ട് നിന്ന് ചെയ്തു. അതിലെ കുറേ റിയൽ ഹീറോസ് ഇവരൊക്കെയാണ്. കാരണം പേടിക്കും എല്ലാ മനുഷ്യർക്കും. എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്കോ ആൾക്കാർക്കോ ഒരു പേടി ഉണ്ടാവും, എന്നെ എടുക്കാനോ തൊടാനോ. ആ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരെ ഭൂമിയിൽ നിന്ന് തിരിച്ച് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞയച്ച കുറേ മനുഷ്യന്മാരിൽ ഒരാളാണ് ചേട്ടാ. എന്താ പറയുക, നിങ്ങളൊക്കെ ഭയങ്കരമായിട്ടും സല്യൂട്ട് അർഹിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. താങ്ക് യു ചേട്ടാ. എന്തായാലും ഇതൊക്കെ നമ്മളെപ്പോലുള്ള ലോകമൊക്കെ കാണുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞത് നിങ്ങളൊക്കെ ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. കുടുംബം നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു.